ആരോഗ്യ സംരക്ഷണവും മലയാളം എന്ന വിഷയത്തെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുവാനാണ് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആരോഗ്യം എന്നത് നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറയാണ്. ആരോഗ്യമില്ലാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തെ വ്യർത്ഥമാക്കുന്നു. അപ്പോൾ ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് രോഗമില്ലാത്ത അവസ്ഥയാണോ? അത് മാത്രമല്ല, ശരീരത്തിന് രോഗമില്ലാത്ത അവസ്ഥയോടൊപ്പം മനസ്സിന്റെ ആരോഗ്യവും വളരെ പ്രധാനമാണ്. ഇവ രണ്ടും കൃത്യമായ അളവിൽ തുല്യമായി നിന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ജീവിതം സ്വായത്തമാവുകയുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ തലമുറയിൽ ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം, ആൻസൈറ്റി പോലുള്ള അസുഖങ്ങൾ വളരെ അധികം കൂടിക്കൂടി വരികയാണ്. പലരും ഇതിനെ നിസ്സാരവൽക്കരിച്ച് കളയുമ്പോഴും അതിന്റെ പ്രസക്തി കൂടിക്കൂടി വരികയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വിഷയം വളരെയധികം പ്രസക്തമാണ്. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തിപരമായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാര്യമാണ്. ഇതൊന്നും നമുക്ക് പറഞ്ഞു തരേണ്ടതല്ല, നമ്മുടെ ജീവിത രീതിയിലൂടെ നമ്മൾ സ്വായത്തമാക്കേണ്ടതാണ്. നമ്മുടെ പണ്ടത്തെ കാലത്ത് നോക്കിയിരുന്നാൽ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിച്ചിരുന്ന ഒരു മലയാളി സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. പുലർച്ചെ നദീതീരത്ത് സ്നാനം, ഉച്ചയ്ക്ക് അമ്മയുടെ കയ്യിലെ മധുരം, സന്ധ്യാസമയത്ത് പ്രാർത്ഥനയുടെ ശാന്തിയും സമാധാനവും. ഇത് വളരെയധികം നമ്മുടെ മാനസികാരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും സ്വാധീനിച്ചിരുന്നു. എന്നാൽ ഇന്നോ ഫാസ്റ്റ് ഫുഡ്, ഫാസ്റ്റ് ലൈഫ്, സ്ലോ ഹെൽത്ത്, മൊബൈൽ ഫോൺ ഇങ്ങനെ മാറിയിരിക്കുന്നു മലയാളിയുടെ ജീവിതചര്യ. നമ്മൾ ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം മോശമായ ഒരു കാര്യമാണ്. മോശമെന്ന് പറയാൻ പറ്റില്ല, പലർക്കും ഇത് ന്യായീകരിക്കാം. നമുക്ക് ജോലി ചെയ്യട്ടെ, നമ്മുടെ കാര്യങ്ങൾ നോക്കണ്ടേ, അപ്പോൾ ധൃതി പിടിച്ച് ഓടുന്ന ഈ ജീവിതത്തിൽ ഫാസ്റ്റ് ഫുഡിനെ നമുക്ക് ആശ്രയിച്ചേ പറ്റും. പക്ഷെ അത് എന്തൊക്കെയാണ് ചേരുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാൻ മറക്കുന്നതല്ല, അറിയാമെങ്കിൽ കൂടി നിവർത്തികത കൊണ്ട് നമ്മൾ അതിലേക്ക് എത്തിച്ചേരും. ഇത് നമ്മുടെ ഭാവി തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. നമുക്കറിയാം, പല സ്ഥലങ്ങളിലും ഭക്ഷണത്തിന്റെ ഒത്തിരി ലഭ്യത കുറവുണ്ട്. എന്നിരുന്നാൽ കൂടി ഭക്ഷണത്തിൽ വരുന്ന വിഷത്തിന്റെ അളവ് കൂടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ മടിയാണ്. നമ്മുടെ മടിയെ വിത്ത് ചെലവഴിക്കാൻ ഒത്തിരി പേർ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ എപ്പോഴും പറയും പച്ചക്കറി, ഫലവർഗ്ഗങ്ങൾ ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ വളർത്തുന്നുള്ളൂ. എന്നാൽ നമ്മുടെ മടി കാരണം നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഇവയൊക്കെ തന്നെയാണ്. ആപ്പിൾ കഴിക്കുന്നതിലൂടെ ഡോക്ടറെ നമുക്ക് മാറ്റി നിർത്താം എന്ന് പറയുമ്പോൾ ഇതേ ആപ്പിൾ കഴിക്കുന്നതിലൂടെ ഒട്ടനവധി അസുഖങ്ങൾ കൂടി നമുക്ക് വന്നു ചേരുന്നു. നമ്മുടെ മഹാത്മാഗാന്ധിജി ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത്, അല്ലാതെ സ്വർണമോ വെള്ളിയോ അല്ല. വളരെയധികം ശരിയായ കാര്യമാണ്. ആരോഗ്യം എന്ന് പറയുന്നത് എല്ലാത്തിനും അപ്പുറമാണ്. വിദ്യാഭ്യാസം ഉണ്ടായിട്ടോ, സമ്പത്തുണ്ടായിട്ടോ, പണം ഉണ്ടായിട്ടോ ആരോഗ്യമില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. എത്ര വലിയ ധനികനാണെങ്കിലും അവന്റെ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ആരോഗ്യം തന്നെയാണ്. അതിന് മറികടന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഭരണഘടനയെ മുൻനിർത്തി നമ്മുടെ അവകാശവാദങ്ങൾ നമ്മൾ ഉന്നയിക്കുമ്പോൾ നമ്മൾ മറക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയാണ്. ആരോഗ്യം എന്നത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. നമുക്ക് പറയാം, അവർ നമുക്ക് അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല. പക്ഷേ നമ്മൾ കൃത്യമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കൃത്യമായ ഉറക്കം, കൃത്യമായ വ്യായാമം. ഇനി എന്തെങ്കിലും അസുഖം വന്നാൽ ഡോക്ടർ കുറച്ച് മാർഗങ്ങൾ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി പാലിക്കുക. പിന്നെ സ്വയം ചികിത്സ, അത് ഏറ്റവും വലിയ ഒഴിവാക്കേണ്ട കാര്യമാണ്. നമുക്കറിയില്ല എന്താണ്, കാരണം നമ്മൾ ഡോക്ടർ അല്ല. പക്ഷെ കൃത്യമായി അതിന്റെ അഡ്വൈസ് നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മളത് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ലോകത്തിന്റെ നെറുകയിൽ എത്തി നിൽക്കുന്ന, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ആരോഗ്യ മേഖലയാണ് കേരളത്തിൻ്റെത്. പക്ഷേ നമ്മുടെ ആരോഗ്യ നിലവാരം നമ്മൾ തന്നെയാണ് താഴ്ത്തിക്കൊണ്ടുവരുന്നത്. കൃത്യമായ ഉറക്കം നമുക്ക് നഷ്ടപ്പെടുന്നു. കാരണം എന്താണ്? മൊബൈൽ ഫോൺ. പകലന്തിയോളം കഷ്ടപ്പെട്ട് വരുമ്പോൾ എന്തായാലും നമുക്ക് മൊബൈൽ കുറച്ച് നേരം നോക്കാം, പ്രശ്നമില്ല. പക്ഷേ അതിന് ഒരു സമയമുണ്ട്. 1 മണി, 2 മണി, 3 മണി, 4 മണി ഇങ്ങനെ നീളുന്നു നമ്മുടെ ഉറക്കം കളഞ്ഞുള്ള മൊബൈൽ നോക്കുക. കൃത്യമായ 6 മണിക്ക് പോവേണ്ട ഒരാൾക്കാണെങ്കിൽ കൃത്യമായി ഒരു 7 മണിക്കൂർ ഉറക്കം കിട്ടുന്ന രീതിയിൽ നമ്മുടെ ഉറക്ക സമയം ക്രമീകരിക്കുക. അതിന് നമ്മുടെ മൊബൈലിന്റെ ഉപയോഗം കുറയ്ക്കാം. അതുകൊണ്ട് തെറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സംരക്ഷണം കുഞ്ഞുങ്ങളിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. നമുക്ക് പറയാം, അമ്മയുടെ മുലപ്പാലിൽ നിന്ന് തുടങ്ങുന്നു നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ആദ്യ പാഠങ്ങൾ. അമ്മയുടെ മുലപ്പാലിലുള്ള ഓരോ കാര്യങ്ങളും ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ആ കുഞ്ഞിന് കിട്ടേണ്ട എല്ലാ പോഷക ഗുണങ്ങളും അതിലുണ്ട്. അച്ഛന്റെ കരുതലിലുമുണ്ട് ഇതേ ആരോഗ്യ സംരക്ഷണം. കുഞ്ഞുങ്ങളുടെ ചിരിയും ഈ ചിരി കാത്തു സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ പലപ്പോഴും മറക്കുന്നു. ഒരു ആരോഗ്യമുള്ള കേരളത്തെ നമുക്ക്
വാർത്തെടുക്കാൻ കഴിയട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.